കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത സൂര്യ സിനിമയാണ് റെട്രോ. സന്തോഷ് നാരായണനാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്. സൂര്യ, പൂജ, ജയറാം, ജോജു ജോർജ് തുടങ്ങിയവരാണ് ഈ സിനിമയുടെ മറ്റു അഭിനേതാക്കൾ. മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു വിന്റേജ് ആക്ഷൻ റൊമാൻറ്റിക് കോമഡി മൂവി ആയിരിക്കുന്നു. സൂര്യ ഫാൻസിന് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് റെട്രോ. സൂര്യയുടെ കഴിഞ്ഞ സിനിമയെ കങ്കുയുടെ അവസ്ഥയും ഇനി വരാനിരിക്കുന്ന ലൈനപ്പുകളും ഒന്നും ഭയങ്കര മാരകമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. സൂര്യ അല്ലൂരി പടം, വെങ്കി, പിന്നെ ആകെ എനിക്ക് പ്രതീക്ഷയുള്ളത് വാടിവാസലാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും ഒരു കംബാക്ക് പ്രതീക്ഷയുള്ള സിനിമയാണ് റെട്രോ ആണ്. ചിത്രം മെയ് 1 റിലീസിനെത്തും. പ്രൊമോഷൻ വർക്കുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പടത്തിനായി നമുക്ക് കാത്തിരിക്കാം. സൂര്യ നടിപ്പിൻ നായകൻ എന്ന് വിളിക്കുന്നത് വെറുതെ ആവില്ല എന്ന പ്രതീക്ഷയുണ്ട് മെയ് 1 വരെ നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. സിനിമയുടെ 3rd സിംഗിൾ പുറത്തു വിട്ടിട്ടുണ്ട്, ദ വൺ. സിനിമയുടെ ഫസ്റ്റ് സിംഗിളും സെക്കൻഡ് സിംഗിളും വലിയ ഒരു ഇംപ്രവൈസേഷൻ ഒന്നും കിട്ടിയില്ല, പക്ഷെ ഇത്തവണ നിരാശപ്പെടുത്തിയില്ല. അതുകൂടാതെ എനിക്ക് പേഴ്സണലി തോന്നിയത് റെട്രോയുടെ ഇതുവരെയുള്ള അപ്ഡേറ്റിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ദ വൺ തന്നെയാണ്. സൂര്യയുടെ സിനിമ പറയുമ്പോൾ നമ്മൾ വിജയുടെ സിനിമ പറയാതിരിക്കണ ശരിയല്ലല്ലോ. ജനനായകൻ, തളപതിയുടെ രാഷ്ട്രീയത്തിന് മുന്നേയുള്ള അവസാന ചിത്രം. എച്ച് വിനോദിൻ്റെ സിനിമയിൽ അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്നും ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിലവിൽ അവർ പുറത്തു വിട്ടിട്ടില്ല, അവരൊരു സസ്പെൻസ് ആയിട്ടാണ് വച്ചേക്കുന്നത്. ജനനായകൻ മിക്കവാറും ഒരു പോസ്റ്റർ ആയിരിക്കും കേട്ടോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും കൂലിക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന LCയുടെ ഭാഗമായ ചിത്രമാണ് കൈദി 2. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു ഫാൻ ബേസ് ഉള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് കൈദി 2. സിനിമയുടെ ഭാഗത്തുനിന്ന് 1-2 അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. 1, ഈ വർഷം അവസാനം സിനിമ ചിത്രീകരണം ആരംഭിക്കും. 2, കൈദി 2ൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ, അതായത് സിനിമ ഏത് ഭാഗത്ത് വരുന്നു, എത്ര ദിവസം കഴിഞ്ഞ് വരുന്നു, എവിടെ വരുന്നു, എങ്ങനെ അത് പ്ലേസ് ചെയ്യുന്നു എന്നുള്ളൊരു ഓർഡർ ഉണ്ടല്ലോ. ആ ഓർഡർ മലയാള സിനിമ നടനായിട്ടുള്ള ഹരീഷ് പേരുടെ തന്നെ ഈ അടുത്ത ദിവസം വെളിപ്പെടുത്തി. കൈദി 2 ഞാൻ ഉണ്ടെന്നാണ് ലോകേഷ് പറഞ്ഞത്. അത് എന്നോട് പറഞ്ഞത്, അത് വെളിപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല തോന്നുന്നു. ഞാൻ വിക്രമിൽ ചെയ്തല്ലോ, ചെറിയൊരു സംഭവമാണ് ചെയ്തത് തുടക്കത്തിലല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാണ് ലോകേഷ് ഇങ്ങനെ ഒരു ചെറിയ സാധനം ചെയ്യാൻ വരണോ, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ലോകേഷ് പറഞ്ഞു വരണം, കാരണം ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളെ കൈദി കഴിഞ്ഞിട്ട് 75 ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് വിക്രം. അത് നമ്മളെ കൈദി കഴിഞ്ഞ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് 25 ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് കൈദി 2. അപ്പോൾ ഈ സെക്കൻഡിലെ ആളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത്. അപ്പോൾ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പോൾ പറ, ലിയോ എത്ര ദിവസം കഴിഞ്ഞ് സംഭവിച്ച പടമാണ്? ലിയോയില് പിന്നെ ഞാൻ അഭിനയിക്കാത്തൊരു സിനിമയാണ്. അത് എന്താണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്നുള്ളത് എനിക്ക് അറിയില്ല. എപ്പോഴാണ് വിക്രം 2ഉം കൈദി 2 ഉണ്ടാവുക? കൈദി എനിക്ക് എല്ലാം കൂടി ഒരു മിക്സ് ചെയ്ത റോളക്സ് ഒക്കെ കൂടി മിക്സ് ചെയ്ത കൈദി എനിക്ക് തോന്നുന്നു ഈ വർഷം അവസാനം ഷൂട്ട് ആരംഭിക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. കൈദി സിനിമ നമ്മൾ കണ്ടു, വിക്രം സിനിമയും നമ്മൾ കണ്ടു. കൈദി സിനിമയുടെ കഥ കഴിഞ്ഞ് 75 ദിവസം ശേഷമാണ് വിക്രം സിനിമ നടക്കുന്നത്. അതുപോലെ തന്നെ കൈദി സിനിമയുടെ കഥ കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞിട്ടാണ് കൈദി 2 നടക്കുന്നത്. അതായത് വിക്രത്തിന് പ്രീക്വലാണ് ശരിക്കും കൈദി 2. വലിയൊരു അബദ്ധമാണ് ഹാരിഷ് പേരടി ഇവിടെ വെളിപ്പെടുത്തിയത് തന്നെ. അറിയാലോ, നമ്മുടെ നാട്ടിലിപ്പോൾ ഡീകോഡേഴ്സിൻ്റെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു പോസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഡീകോഡ് ചെയ്തൊരു കഥ മൊത്തം കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ അവരിൽ നിന്നെല്ലാം ഒളിപ്പിച്ചു തരുന്ന വലിയൊരു സംഭവമാണ് ഇവിടെ റിവീലായിരിക്കുന്നത്. ഈ ഒരു 1 ലൈൻ കൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സ് മൊത്തം നമുക്ക് വേണമെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോന്നായി കുരുക്കഴിച്ചഴിച്ച് വരാം. ഒരു വലിയ ഡീകോഡും തന്നെ ആവശ്യമുണ്ട്. ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ.